ഹായ് ഓൾ. അധികം പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാത്തൊരു വീഡിയോ ആണിത്. കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ ബാംഗിൾ ബേസിനെ പറ്റിയിട്ട്. അതായത് ബാംഗിൾ ബേസ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് എൻക്വയറീസ് വന്നു. ബാംഗിൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് മെജോറിറ്റി ആൾക്കാരും ബിഗിനേഴ്സാണ്. ആക്ച്വലി ഞാൻ വിചാരിച്ചത് ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം എന്നെ കൂടുതൽ കോൺടാക്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അല്ല, ബിഗിനേഴ്സാണ് കൂടുതൽ നമ്മളടുത്ത് കോൺടാക്ട് ചെയ്തത്. അപ്പോൾ അവർക്ക് ബാംഗിൾ സൈസിനെ പറ്റി അറിയില്ല, കട്ടിനെ പറ്റി അറിയില്ല. അതായത് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞാൻ ഓർത്ത് പിന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ഇതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഇപ്പം സ്റ്റോക്കുള്ള ഒരു ബാംഗിൾ ബേസ്. സൈസ് 2.4 ആണ്. 2.4, അതായത് 2.4 എനിക്ക് ഫിറ്റാണ്. എൻ്റെ കറക്റ്റ് സൈസാണ്. ഇത് വന്നിട്ട് ഈ ഒരു ബോക്സ് നോക്കൂ. ഈ ഒരു ബോക്സിൽ 12 കളേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. 1, 2, 3, 4, അങ്ങനെ 12 കളേഴ്സ്. ഇത് 2 കട്ട് ബാംഗിളാണ്. 2 കട്ട് ബാംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു കളറിൽ 2 വള. മനസ്സിലായോ? 2 കട്ട്, ഒരു കളറിന് 2ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്നു. അതേപോലെ ഗ്രീനിലും 2 കട്ട്. ഇതിൻ്റെ വിട്ട് ഏകദേശം ഒരു 8 mm ആ ഒരു ഇതിലാണ് വരുന്നത് 2 കട്ട്. പിന്നെ ഇതിൻ്റെ തന്നെ 1 കട്ട് ഉണ്ട്. നമ്മുടെ ഇപ്പം കാണിക്കാൻ സ്റ്റോക്കില്ല. ഇപ്പം 2 കട്ട് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ സൈസ് എങ്ങനെ മെഷർ ചെയ്യുന്നതെന്ന് പലരും ചോദിച്ചു. എങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് കുറച്ച് വള വേണം, പക്ഷേ എനിക്ക് എൻ്റെ സൈസ് അറിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് ചാർട്ടും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പലർക്കും മനസ്സിലായില്ല എന്ന് എനിക്ക് തോന്നി. കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് പോലെ തോന്നി. എനിക്കപ്പോൾ എല്ലാവരോടും ഇൻഡിവിജ്വലായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ. എന്നാൽ പിന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വള എടുക്കുക. നിങ്ങൾക്ക് സ്യൂട്ടാണ്. നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഒരു വള ഉണ്ടാകും. അതായത് ഇന്നർ സർക്കിൾ നല്ല വൃത്തിയായിട്ടുള്ള കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു വള എടുക്കുക. എന്നിട്ട് ഒരു പേപ്പർ എടുക്കുക. ഞാൻ കട്ട് ചെയ്ത് തുടങ്ങിയതാണ്. ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെക്കുക വെച്ചാൽ താഴെ വയ്ക്കരുത് കേട്ടോ. താഴെ വെച്ചിട്ട് കാണിച്ചു തരാം. ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്, അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. ഇത് ഞാൻ വരച്ചതാണ്. ഇതെടുക്കുക. റൗണ്ട്, അതായത് നമ്മുടെ ഇന്നർ സർക്കിളിൻ്റെ റൗണ്ട് വരയ്ക്കുക. മനസ്സിലായോ? ഇത് ഞാൻ വരച്ചു ഓൾറെഡി. ഇന്നർ സർക്കിളിൻ്റെ എടുക്കുക, ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഞാൻ ഓൾറെഡി വരച്ചു. അപ്പം ഇങ്ങനെ വരച്ചാൽ പോലും നമുക്ക് എങ്ങനെയാണ് സെൻറ്റർ പോർഷൻ കണ്ടുപിടിക്കുക? അതൊരു കൺഫ്യൂസിങ് അല്ലേ? സെൻറ്റർ പോർഷൻ എങ്ങനെ കിട്ടും? നമ്മൾ വെറുതെ വരച്ചാൽ സെൻറ്റർ പോർഷൻ കിട്ടില്ല. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു റഫ് പേപ്പർ അല്ലേ, ഇത് നിങ്ങൾ കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കാണിക്കുക. മനസ്സിലായോ? അതായത് നമ്മൾ ഇങ്ങനെ ഒരു വള വെച്ചിട്ട് ഈ പേപ്പറിൽ വരച്ചു ആ ഇന്നർ സർക്കിള്, ഉള്ളിലത്തെ സർക്കിള്. ഓക്കെ, എന്നിട്ട് അത് കട്ട് ചെയ്തെടുത്തു. ഓക്കെ, ഇനി ഇത് രണ്ടായിട്ട് മടക്കുക. രണ്ടായിട്ട് മടക്കുക എന്ന് വെച്ചാൽ കറക്റ്റ് എഡ്ജസ് ചേർത്ത് മടക്കുക. ഇതാ, കിട്ടിയോ? ചേർത്ത് മടക്കുക. നോർമൽ ഒരു സ്കെയിൽ എടുക്കുക, സെൻറ്റിമീറ്റർ സ്കെയിൽ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മെഷർമെൻറ്റ് നോക്കുക. കറക്റ്റ് ആയിരിക്കണം. കറക്റ്റ്, അതായത് ഒരു പോയിന്റ് പോലും നമ്മൾ കൂട്ടിയിടണ്ട. അപ്പോൾ എനിക്ക് 5.9 ആണ് വന്നത്. 5.9 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ അതായത് എല്ലാവരും അവരവരുടെ സൈസ് എടുക്കുക, ഇതേപോലെ കട്ട് ചെയ്യുക. സെൻറ്റിമീറ്റർ സ്കെയിൽ കൃത്യ അളവ്, അതായത് പോയിന്റ് ഉണ്ടെങ്കിൽ പോലും അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഞാനൊരു ചാർട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ സൈസ് എന്ന് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ 2 കട്ട് മാത്രമേ ഉള്ളൂ. ബാക്കി ഞാൻ അടുത്ത ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാക്കി ഏതൊക്കെ കട്ടുണ്ട്, എങ്ങനെയുണ്ട്. കുറേ പേർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സൈസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വാങ്ങാൻ ആഗ്രഹം ഉള്ളവർ, താല്പര്യമുള്ളവർ ഇങ്ങനെ നോക്കിയിട്ട് സൈസ് നോക്കിയിട്ട് ഏതാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ 2.2, 2.4, 2.6, 2.8, 2.10 ഇത്രയും അവൈലബിൾ ആണ്. പ്രീ ബുക്ക് ചെയ്യണം. പ്രീ ബുക്ക് ചെയ്തിട്ട് നമ്മൾ എത്തിക്കുകയാണ് ചെയ്യുക.